നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച 10 മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ പരീക്ഷ ഉണ്ടായിരുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ, മീഡിയം ലെവൽ ആയിരുന്നോ? താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, A equal to divided by B equal to plus C equal to minus D equal to multiplication ആയാൽ 15D 2B 14A 7C 10 വാല്യൂ എന്താണ്? ബോർഡ് മാസ് വെച്ചാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഡിക്ക് പകരം എന്തിടണം? മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു. ബിക്ക് പകരം എന്തിടണം? ബിക്ക് പകരം പ്ലസ് ആണ്, പ്ലസ്. എക്ക് പകരം എന്താണ്? ഡിവിഷൻ ആണ്. സിക്ക് പകരം എന്താണ്? മൈനസ് ആണ്. അപ്പൊ ബോർഡ് മാസ് റൂള് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനുള്ളത്. ബോർഡ് മാസിൽ ആദ്യം എന്തുണ്ടോ നോക്കാം. ബ്രാക്കറ്റ് ഉണ്ടോ? ഇവിടെ ഇല്ല. ഓഫ് ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഡിവിഷൻ വേണം ആദ്യം പെർഫോം ചെയ്യാൻ. 14 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പം 2 വരും. ബാക്കി അതുപോലെ എഴുതുക. 15 ഇൻറ്റു 2 പ്ലസ് 2 മൈനസ് 10. ഇനി അടുത്ത എന്തുവാണ്? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ ഈ സൈഡിൽ. 15 ഇൻറ്റു 2 30 ആണ്. 30 പ്ലസ് 2 മൈനസ് 10. അടുത്ത അഡീഷനും സബ്ട്രാക്ഷനും ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ നേരെ അങ്ങ് ചെയ്യാം. 30 പ്ലസ് 2 32, 32 മൈനസ് 10 എത്രയാണ്? 22 ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, ഈസി അല്ലേ? 22 ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 25,000 രൂപ മുടക്കി 500 കിലോഗ്രാം അരി വാങ്ങി. 900 രൂപ ഇറക്കുകൂലിയും 1500 രൂപ വാഹനക്കൂലിയും ചെലവായി 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ 1 കിലോ അരി എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓക്കെ, അപ്പോ ആകെ ചെലവ് എത്രയാണെന്ന് നോക്കാം. ആകെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അരി വാങ്ങിയ വില 25,000. ഇനി ഇറക്കുകൂലി എത്രയാണ്? 900 ആണ്. അപ്പോ അതും കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്തോണം. വാഹനക്കൂലി 1500. അപ്പൊ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്. എത്ര വരും? ആകെ ചെലവ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും 27,400 രൂപ എന്ന് വരും. അപ്പോ 300 രൂപ ലാഭം കിട്ടണമെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ്, പ്രതീക്ഷിക്കുന്ന ലാഭം എത്രയാണ്? 300 രൂപ. അപ്പൊ 300 രൂപ ലാഭം കിട്ടണം എങ്കിൽ വിൽക്കേണ്ട തുക, സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം? സെല്ലിംഗ് പ്രൈസ് ഈ 27,400ന്റെ കൂടെ 300 കൂടി ആഡ് ചെയ്യുന്നത്, അതായത് 27,700 രൂപയ്ക്ക് വേണം എന്ത് വിൽക്കാൻ? ഈ അരി വിൽക്കാൻ. ഓക്കെ, അതായത് ടോട്ടലി 500 കിലോഗ്രാം വാങ്ങിയ അരി, ടോട്ടലി 500 കിലോയുടെ വില 27,700 രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ 300 രൂപ ലാഭം കിട്ടത്തുള്ളൂ. അപ്പോ 500 കിലോ അരിയുടെ വിലയാണ് 27,700. അങ്ങനെയെങ്കിൽ 1 കിലോ അരിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും? 27,700 ഡിവൈഡഡ് ബൈ 500 ചെയ്താൽ പോരെ? എത്ര വരും? 55.4 രൂപ എന്ന് വരും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. അപ്പൊ കിട്ടിയോ? ചോദ്യം വലുതാണെന്ന് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ് പ്രൈസ് 2-3 രീതിയിൽ തന്നിരിക്കുവാണ്. 25,000 രൂപ അരിയുടെ വില, 900 രൂപ ഇറക്കുകൂലി, 1500 രൂപ വാഹനകൂലി, എല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും ആകെ ചെലവ് അഥവാ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് 300 ആണ്. അപ്പൊ 300 കിട്ടണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഈ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നത്, അതായത് 27,700. അത് 500 കിലോ അരിയുടെ വിലയല്ലേ? അപ്പൊ 1 കിലോ അരിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിവൈഡഡ് ബൈ 500 ചെയ്താൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ഇന്ന് മുതൽ ബക്രീദ് ഓഫർ നടക്കുവാണേ. മെയ് 31 രാത്രി 12 മണി വരെ ഓഫർ ഉണ്ടായിരിക്കും. ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാം 10% ഓഫ് കിട്ടുന്നതാണ്. ബക്രീദ് എന്ന കൂപ്പൺ കോഡ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. കമ്പനി LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്, VFA ബെക്കോ LD കോംബോ ബാച്ച്, വേരിയസ് LGSന്റെ ബാച്ച്, എല്ലാ യൂണിഫോം പോസ്റ്റിനും എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കും ഇപ്പോ 10% ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് കാണാൻ പറ്റും. ഇഷ്ടമുള്ള കോഴ്സ്, ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് എടുക്കുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടുന്നതാണ്. ഓഫർ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. LDCയുടെ പുതിയ ബാച്ച്
നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ജൂൺ 1 ആരംഭിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സീറ്റേ ഉള്ളൂ. LDCക്ക് പ്രത്യേകിച്ചും കുറച്ച് സീറ്റുകളേ ഉള്ളൂ. സീറ്റ്സ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. LDCക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും വീട്ടമ്മ ആയാലും സ്റ്റുഡന്റ് ആയാലും ആരായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ബാച്ച് തന്നെയാണ്. അപ്പൊ ഹർഷിത എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാവേ. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ 1, 4, 8 ചേർന്ന് ഒരു ത്രികോണം നിർമ്മിച്ചാൽ ക്ലോക്കിലെ 3 കോണുകൾ എത്രയാണ്? അപ്പൊ ഒരു ആ ക്ലോക്കില് 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇതാണ് അക്കങ്ങൾ കേട്ടോ. അപ്പോ ഇവിടെ ചോദിച്ചേക്കുന്നത് 1, 4, 8 ഇതിങ്ങനെ ഒരു ത്രികോണം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ത്രികോണത്തിലെ 3 കോണുകളുടെ അളവ് എത്രയെന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഈ അളവ് കാണാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ക്ലോക്കിന്റെ വശങ്ങളിൽ ഉണ്ടാകുന്ന ത്രികോണത്തിന്റെ കോണ് കാണാൻ എതിരെയുള്ള ഭാഗങ്ങളുടെ എണ്ണത്തെ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, പറഞ്ഞു തരാം. ഇപ്പൊ ഈ 1ന്റെ ഭാഗത്തെ കോണ് കാണാൻ വേണ്ടിയിട്ട് 1ന്റെ ഈ അക്കത്തിന്റെ ഈ ഒരു ഭാഗത്ത് ഏത് കോണാണ് വരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 8ഉം 4ഉം അല്ലേ. ഈ 8ഉം 4ഉം വരെയുള്ള ഈ ഗ്യാപ്പ് എത്രയാ? 1, 2, 3, 4 ഗ്യാപ്പ്. ഈ 4 × 15 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 60 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 60 ഡിഗ്രി ആണ്. ഇനി 8നെതിരെ ഉള്ളത് നോക്കിക്കേ. 1, 2, 3 ഗ്യാപ്പ് അല്ലേ. അപ്പൊ 3 × 15 ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ്. ഇനി 4ന് ഓപ്പോസിറ്റ് ഉള്ളത് നോക്കിക്കേ. 1, 2, 3, 4, 5 ഗ്യാപ്പ് ഇല്ലേ. അപ്പൊ 4നെതിരെയുള്ള ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 × 15 ദാറ്റ് ഈസ് 75 ഡിഗ്രി. അത്രേ ഉള്ളൂ. അക്കങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ തന്നെ 15 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. അപ്പൊ ആംഗിൾസ് ഏതൊക്കെയാണ്? 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി എന്നിവയാണ് ആംഗിൾസ്. 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ, അപ്പോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5⁻³ × 5 × √5 ഡിവൈഡ് ബൈ 5⁻⁻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  ആയാൽ എയുടെ വാല്യൂ എന്താണ്? നോക്കാം. 5:1ന്റെ വാല്യൂ എന്താണ്? 5 ആണ്. √5നെ നമുക്ക് എങ്ങനെ എഴുതാം? √5നെ 5⁻1/2 എന്ന് എഴുതിക്കൂടെ? √5നെ എങ്ങനെ എഴുതാം? 5⁻1/2 എന്ന് എഴുതാം. അപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന സമവാക്യത്തെ ഇങ്ങനെ എഴുതാൻ പോവാണേ. 5³ അതുപോലെ എഴുതി, 5നെ 5⁻1 എന്ന് എഴുതി, ഇൻറ്റു √5നെ 5⁻1/2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എല്ലാം ബേസ് 5 ആണ് അല്ലെ. അപ്പൊ ബേസ് സെയിം ആണ്, പവേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ 5⁻3 + 1 + 1/2, 3 + 1 എന്ന് പറഞ്ഞാൽ 4, 4 + 1/2 എന്ന് പറയുമ്പോൾ 9/2 എന്ന് വരും. 5⁻9/2 എന്ന് വരും. ഡിവൈഡഡ് ബൈ എന്താ കൊടുത്തേക്കുന്ന? 5⁻−7/2 അല്ലേ. അപ്പൊ 5⁻−7/2നെ എങ്ങനെ എഴുതാം? a⁻−mനെ 1/a⁻m എന്ന് എഴുതിക്കൂടെ? 1/a⁻m എന്ന് എഴുതാം. അപ്പോ ഇതിനെ എങ്ങനെ എഴുതാം? 5⁻9/2 ഡിവൈഡഡ് ബൈ 1/5⁻7/2 എന്ന് എഴുതാം. അപ്പൊ ഡിവിഷൻ ആകുമ്പോൾ റെസിപ്രോക്കലും ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് മീനിങ്. അപ്പോൾ 5⁻9/2 × 5⁻7/2 എന്ന് വരും. ഇവിടെയും എന്താണ്? ബേസ് സെയിം ആണ്, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ 5⁻9/2 5⁻7/2, അപ്പൊ 9/2 + 7/2 എന്ന് പറയുമ്പോൾ 16/2 എന്ന് വരും. അപ്പൊ 5⁻16/2 = 5⁸ എന്ന് വരും. 5⁸. അപ്പൊ നോക്കാം. 5⁸ = 5⁻a+3 അല്ലെ. ഇത്രയും ഭാഗം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5⁸ എന്ന് കിട്ടി. ഇവിടെ 5⁻a+3 ഉണ്ട്. 5 ബേസ് സെയിം ആയതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്താൽ മതി. 8 = a+3. അപ്പൊ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ +3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -3 ആവും. 8 - 3 ദാറ്റ് ഈസ് 5. 5 ആണ് ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 4, 15, 6, 12, 8, 7, 10. അടുത്തത് എന്താണ്? ഇവിടെ
തന്നിരിക്കുന്ന ശ്രേണി ഒന്ന് നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന ശ്രേണിയില് 2 ശ്രേണികൾ വരുന്നുണ്ട്. ആദ്യത്തെ ശ്രേണി 4, 6, 8, 10 ഇതൊരു ശ്രേണി. രണ്ടാമത്തെ ശ്രേണി നോക്കിക്കേ 15, 12, 7 അതായത് 15 മൈനസ് 3 12, 12 മൈനസ് 5 7. ഇനി അടുത്തായിട്ട് ഏതാ വേണ്ട? ഒറ്റ സംഖ്യയാണ്. അതായത് 3 കുറച്ചു, 5 കുറച്ചു, ഇനി അടുത്ത എന്ത് കുറയ്ക്കണം? 7 കുറയ്ക്കണം. അപ്പൊ 7 മൈനസ് 7 എന്ത് വരും? 0 എന്ന് വരും. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ. അപ്പൊ PSC വേറെ ഏതെങ്കിലും പാറ്റേൺ ഇവിടെ യൂസ് ചെയ്യുമോ എന്ന് നമുക്ക് ആൻസർ കീ വരുമ്പോൾ നോക്കാം. ഇവിടെ ഈ 2 പാറ്റേൺ ഇതിനകത്ത് വന്നിരുന്നുണ്ട്. ഇത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാണ്. ഓപ്ഷൻ എ 0. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോകണ്ട. അടുത്ത ചോദ്യം, 8000 രൂപ 10% സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കഴിയുമ്പോൾ തുക ഇരട്ടിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സാധാരണ പലിശയിൽ ഒരു തുക ഇരട്ടിയാകാൻ എടുക്കുന്ന വർഷം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? n = 100/6 ചെയ്താൽ മതി. അപ്പോ 100/6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10 ആണ് തന്നിരിക്കുന്നത്. അതായത് 10 വർഷമാണ്. 10 വർഷം ആകുമ്പോഴത്തേക്കുമാണ് ഇരട്ടിയാകുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സിമ്പിൾ ചോദ്യം അല്ലെ? അടുത്ത ചോദ്യം, 8ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണ്? അപ്പോ ഇവിടെ ആദ്യത്തെ പദം എന്താ? 8. അവസാനത്തെ പദം 8ന്റെ 30ാമത്തെ ഗുണിതമല്ലേ? 8ന്റെ 30 ഗുണിതങ്ങളുടെ ശരാശരി അല്ലേ കാണാനുള്ളത്. അപ്പൊ 8 × 30 240 ആണ് അവസാനത്തെ പദം. അപ്പൊ ഇവയുടെ ശരാശരി ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ പദം 8, അവസാനത്തെ പദം 240 ഡിവൈഡഡ് ബൈ 2. ശരാശരി കാണാൻ സം ബൈ നമ്പർ ആണ്. 248 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം 124 ഇത്രയേ ഉള്ളൂ. 8ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 8ന്റെ ആദ്യത്തെ 30 ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പദം എടുക്കുക, അവസാനത്തെ പദം എടുക്കുക, ശരാശരി അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. സം ബൈ നമ്പർ. ഉത്തരം 124 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. പ്രിന്റർ എന്ന വാക്കിനെ NPGLRCP ഈ രീതിയിൽ കോഡ് ചെയ്താൽ മൗസ് എന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യും? ഇവിടെ പ്രിന്റർ PRINTER പ്രിന്ററിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നത്? NPGLRCP. ഓക്കെ, ഇവിടെ നോക്കിക്കേ. P-2 അല്ലെ N, അതുപോലെ R-2 ആണ് P, I-2 ആണ് G, N-2 എല്ലാം -2 ആണ്. അതേ പാറ്റേൺ തന്നെ ഫോം ഇവിടെ യൂസ് ചെയ്താൽ മതി. മൗസിനെ ഓരോന്നും -2 ചെയ്താൽ മതി. M-2 എന്ന് പറയുമ്പം K ആണ്, O-2 എന്ന് പറയുന്നത് M ആണ്, U-2 എന്ന് പറയുന്നത് Q ആണ്, S-2 എന്ന് പറഞ്ഞാൽ S ആണ്, E-2 എന്ന് പറഞ്ഞാൽ C ആണ്. KMQSE ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ, ചോദ്യം, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 10 മടങ്ങാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര? അപ്പൊ നമുക്കിവിടെ മകന്റെ വയസ്സ് X എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഫാദറിന്റെ വയസ്സ് എത്രയായിരിക്കും? മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് X എന്ന് ഞാൻ എടുത്തത്. അപ്പൊ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 10 മടങ്ങാണ്, 10x. 10 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സ് X+10 ആകും, അച്ഛന്റെ വയസ്സ് 10x + 10 ആകും. 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് ദാറ്റ് ഈസ് 10x + 10 = മകന്റെ വയസ്സ് 10 വർഷം കഴിയുമ്പോൾ X+10 അല്ലേ? മകന്റെ വയസ്സിന്റെ 2 മടങ്ങിനേക്കാൾ എത്ര കൂടുതലാണ്? 6 കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അച്ഛന്റെ വയസ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 10x + 10 = 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x + 20 + 6 എന്ന് പറയും. ദാറ്റ് ഈസ് 2x + 26 എന്ന് വരും. ഓക്കെ, ഈ 2x-നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്, 10-നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുവാണേ. അപ്പൊ 10x - 2x 8x. 8x = എത്ര വരും? 26 - 10 16 എന്ന് വരും. അപ്പൊ x-ന്റെ വാല്യൂ 16 / 8 2 എന്ന് വരും. ഓക്കെ, അപ്പൊ മകന്റെ ഇപ്പോഴത്തെ വയസ്സല്ലേ നമ്മൾ x എന്ന് എടുത്തത്. അപ്പൊ x = 2 എന്ന് കിട്ടി. അച്ഛന്റെ വയസ്സ് എത്രയാണ്? 10x. 10 × 2 ദാറ്റ് ഈസ് 20. അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 20 ആണേ.
ഓക്കെ, അടുത്ത അവസാനത്തെ ചോദ്യം. ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 50% മകനും 30% മകൾക്കും നൽകി. അദ്ദേഹത്തിന്റെ കയ്യിൽ 60,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകൾക്ക് കൊടുത്തത് എത്രയാണ്? ആകെ ചിലവഴിച്ച ശതമാനം എത്രയാണെന്ന് നോക്കാം. മകന് എത്ര ശതമാനം കൊടുത്തു? 50% കൊടുത്തത്. മകൾക്ക് എത്ര ശതമാനമാണ് കൊടുത്തത്? 30%. അപ്പൊ ആകെ എത്ര നൽകി? 50 + 30 80% നൽകി. ഇനി ബാക്കി എത്രയുണ്ട്? സമ്പാദ്യം 100% എന്നെടുത്താൽ 80% നൽകി കഴിഞ്ഞു. ബാക്കി 20% ആണ് ഉള്ളത്. അപ്പോ ബാക്കി 20% ഉള്ളത്. ആ 20% കയ്യിൽ എത്ര ബാക്കിയുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്? 60,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 100% എത്രയാണ്? അയാളുടെ സമ്പാദ്യം, അതായത് 20 നിന്ന് 100ലേക്ക് എത്താൻ × 5. അപ്പോ 60,000 × 5 ചെയ്താൽ മതി. എത്ര വരും? 3 ലക്ഷം എന്ന് വരും. 3 ലക്ഷം. ഓക്കെ, അപ്പൊ 3 ലക്ഷമാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആകെ തുക. മകൾക്ക് 30% അല്ലേ കൊടുത്തത്? 3 ലക്ഷത്തിന്റെ 10% 30,000. 30% എന്ന് പറയുമ്പോൾ 3 കൂടെ ചെയ്താൽ മതി. എത്രയാണ്? 90,000 ആണ്. 90,000 ആണ് മകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, എളുപ്പമല്ലേ? അപ്പൊ 20% കയ്യിലുള്ളത്. അത് 60,000 രൂപ. അപ്പൊ 20% 60,000 എങ്കിൽ 30% എത്രയെന്ന് ഡയറക്ട്ലി കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ആകെ സമ്പാദ്യം 100% എത്രയെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ 30% എടുത്തു. ഓക്കെ, 90,000 ആണ് ആ കൊടുത്തിരിക്കുന്നത്, മക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 10 മാത്സ് ആൻഡ് മെന്റലിറ്റി ക്വസ്റ്റ്യൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറക്കരുത്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് ബക്രീദ് ഓഫറും അവൈലബിൾ ആണ്. ബക്രീദ് ഓഫർ അവൈലബിൾ ആവുന്ന കോഴ്സുകൾ എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു.